എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അള്ളാഹുവിനെ മറക്കാൻ പാടില്ല, അരുതായ്മകളിൽ ഇടപെടാൻ പാടില്ല, നീ ആരെക്കുറിച്ചും അനാവശ്യമായത് എഴുതാൻ പാടില്ല. മോനെ, ആലിമീങ്ങളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ആലിമീങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല. കണ്ടില്ലേ, ചില ആളുകൾ ക്ലിപ്പുണ്ടാക്കുന്ന മത്സരത്തിലാണ്. ആലിമീങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കുക, വിളിച്ചിട്ട് ചോദിക്കുക, മറുപടി പറഞ്ഞാൽ അത് വികലപ്പെടുത്തിയിട്ട് പ്രസിദ്ധീകരിക്കുന്നു, മറുപടി പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നു. ആരാണ് ഇവർക്ക് ഈ ജോലി നൽകിയത്? ആരാടോ നിങ്ങൾക്ക് ഈ ജോലി നൽകിയത്? നിങ്ങൾ തീരുമാനിച്ചോ ഞാനാണ് തീരുമാനമെടുക്കേണ്ടതെന്ന്? ചില യുവാക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ആളുകളെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിപ്പിച്ച് വേണ്ടത് ക്ലിപ്പെടുത്തുകൊണ്ട് അവന്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ഒരധികാരം ഒരാൾക്കും ആരും നൽകിയിട്ടില്ല. ഒരാളെയും അങ്ങനെ പരീക്ഷിക്കാനോ പരിശോധിക്കാനോ ഏൽപ്പിച്ചിട്ടില്ല. മോനെ, നിനക്ക് അള്ളാഹു തന്ന സമയം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കാനാണ്, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാനാണ്, മറ്റുള്ളവരുടെ ന്യൂനത നോക്കാനല്ല, മറ്റുള്ളവരുടെ ന്യൂനത പിടിക്കാനല്ല. മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സോഷ്യൽ മീഡിയയിലെ ജീവിയായ ഞാനാണ് എന്ന നിലക്ക് ചില ആളുകൾ ഇറങ്ങുകയാണ്. വല്ലാത്ത കഷ്ടം തന്നെ. അവർക്കവരുടെ ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല, അവർക്കവരുടെ അമലുകൾ ചെയ്യാൻ നേരമില്ല, അവർക്കവരെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ നേരമില്ല. എന്തൊരു ലോകമാണ് അല്ലാഹ്! അതുകൊണ്ട് മോനെ, എനിക്കുള്ള സമയമെന്ന് പറഞ്ഞാൽ എന്റെ ആയുസ്സാണ്. ഇതെനിക്ക് സ്വർഗം നേടാനുള്ള സൽക്കർമ്മം ചെയ്യാനാണ്, ഇൽമ പഠിക്കാനാണ്, അള്ളാഹുവിനെ അനുസരിക്കാനാണ്. ഇന്ന് സഹോദരിമാരും വ്യാപകമായി മൊബൈൽ ഉപയോഗിക്കുന്ന കാലമാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അന്യപുരുഷനെ കാണലും അവളെ അവനെ നിന്നെ കാണിക്കലും ഫാമിലി ഫോട്ടോകൾ ഷെയർ ചെയ്യലും, അതാ എന്തൊക്കെ മുസീബത്തുകളാണ് പറഞ്ഞാൽ തീരൂല. ഏതായാലും ഒന്നേ പറയാനുള്ളൂ, അള്ള പൊരുത്തപ്പെട്ടതേ ചെയ്യാൻ പാടുള്ളൂ, അള്ള വിലക്കിയത് ചെയ്യാൻ പാടില്ല. എല്ലാത്തിലും ഇടപെടാൻ എന്നെയും നിന്നെയും ഏൽപ്പിച്ചിട്ടില്ല. ഈ മീഡിയ സംസ്കാരത്തിനൊക്കെ നല്ല വശങ്ങളുണ്ട്, അത് ഞങ്ങൾ മറന്നു പോകുന്നില്ല. പക്ഷേ ഇന്നേറെയും ആളുകൾ ദുരുപയോഗം ചെയ്യുകയാണ്, കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, ഇല്ലാത്തത് പടയ്ക്കുകയാണ്, കൽപ്പിച്ച് പലതും എഴുതുകയാണ്. മരിക്കാത്ത ആള് മരിച്ചു എന്ന് മെസ്സേജ് ചെയ്യുകയാണ്, മരിച്ച ആള് മരിച്ചില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുകയാണ്. ആളുകൾ ആംബുലൻസിൽ പോകുമ്പോഴേക്ക് മയ്യത്തെന്ന് വിധി എഴുതുകയാണ്. എന്തെല്ലാം കഷ്ടകാലമാണ്! കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതെവിടെ എത്തി എന്നറിയുന്നില്ല. വല്ലാത്ത അലങ്കോലം തന്നെ. അതുകൊണ്ട് ഞാനും നീയും തഖ്വല്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കേണ്ടതാണ് എന്ന നല്ല മുത്തഖീങ്ങളുടെ ചിന്തയിലേക്ക് വരണം. നിസ്കാരം അള്ളാഹുവിന് വേണ്ടി 5 നേരം കൃത്യമായി നിർവഹിക്കണം. മദ്യപാനത്തിലേക്ക് തിരിയരുത്, മദ്യം വിളമ്പുന്ന സദ്യയിലിരിക്കരുത്, അതിന്റെ പ്രചരണത്തിന് നീ കൂട്ടുനിൽക്കരുത്, മറ്റേതെങ്കിലും അരുതായ്മകളിൽ പെട്ടുപോകരുത്. പെങ്ങളെ, മാന്യമായി ഔറത്ത് മറക്കണം. കേവലം ഒരു കറുത്ത ലോഹയിട്ടാൽ ഔറത്ത് മറക്കലാവൂല. ടൈറ്റ് ഫിറ്റ് പർദ്ദയും ധരിച്ച് വക്കീൽ കോട്ടുമിട്ട് തെരുവിൽ കറങ്ങുന്ന താത്താമാരുടെ കാലമാണ്. മോളെ, ശാലീനതയുള്ള മുത്തഖീങ്ങളുടെ ഭാര്യമാര് ജീവിച്ചതുപോലെ, സ്വാലിഹാത്തുകൾ കഴിഞ്ഞുകൂടിയതുപോലെ, ആയിഷ റളിയല്ലാഹു അൻഹ മാതൃകയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ മാതൃകയാണ്. ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും നിറവും നീളവും അതുപോലെ തന്നെ മുടിയുടെ ഭാഗങ്ങളും മുഖത്തിന്റെ ഭാഗങ്ങളും അന്യപുരുഷന്മാര് അറിയുന്ന കാണുന്ന വിധത്തിൽ ആകാതിരിക്കുക എന്നതാണ് ഇസ്ലാമിക വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാന തത്വം. നീ ഏത് വസ്ത്രം ധരിച്ചാലും വേണ്ടില്ല, പർദ്ദ ധരിച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ ഭാഗഭംഗങ്ങൾ മുഴുവനും തെരുവിൽ കാണിച്ചാൽ അതുകൊണ്ട് നീ സ്വാലിഹാത്തുകളുടെ വേഷം ധരിച്ചവളാകുന്നില്ല. ചിലർ വിചാരിച്ചു ഒരു അബായ മേടിച്ചിട്ടാ നേരെ സ്വർഗത്തിലെന്ന് ചെല്ലുമെന്ന്,
ചിലര് കണ്ടില്ലേ കറുത്തൊരു കൂട്ടം ധരിച്ച് തലയിൽ മുണ്ടില്ലാതെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ തലയിൽ നാഴിലേക്ക് 40 വട്ടം ഒലിച്ചു പോകുന്നൊരു തുണ്ടം തുണിയിടുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ അതാ അവരാരും തെരുവിൽ ഇറങ്ങിക്കറങ്ങിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടില്ലേ, ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടേണ്ട പ്രായത്തിൽ വിധവയായി 64 വയസ്സുവരെ ജീവിച്ചു. ആർക്കും ഒരു പരാതിയും പറയാനില്ല. അല്ലാഹ് എന്തൊരു ഇബാദത്താണ്! അവിടുന്ന് എത്ര വലിയ ദാനധർമ്മമാണ്! അവിടുന്ന് വലിയ നോമ്പനുഷ്ഠിക്കുന്ന മഹദിയാണ്. അതാ അല്ലാഹ് എന്ന ചിന്തയിൽ കഴിയുകയാണ്. പടച്ചവനെ പേടിച്ച് കരഞ്ഞിട്ട് മക്കനെ നനയുകയാണ്. നിരന്തരമായ ഖുർആൻ പാരായണമാണ്. അതാ ജന്നത്തുൽ ബഖീയിൽ കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ, ചാരത്ത് കിടക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അതുപോലെ തന്നെ മഹദികളായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, അതുപോലെ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ, രാജ്യത്തിന്റെ ഭരണാധികാരികൾ വരെ വാതിൽക്കൽ വന്നു ദുആ ചെയ്യിക്കാൻ. അപ്പോഴും പുറത്തേക്കിറങ്ങിയില്ല. ലോകമറിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് വന്നു. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വന്നു വാതിൽക്കൽ ദുആ ചെയ്യാൻ പറയാൻ. അവിടുത്തെ കുടുംബക്കാരിയാണ് നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ. അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു വന്നു ദുആ ചെയ്യാൻ പറയാൻ. ഇമാമുൽ മുസനി റളിയല്ലാഹു അൻഹു വന്നു അവിടുത്തോട് ദുആ ചെയ്യാൻ പറയാൻ. റബീഅ റളിയല്ലാഹു അൻഹു വന്നു ദുആ ചെയ്യാൻ പറയാൻ. അക്കാലത്തുള്ള എല്ലാ മഹാന്മാരും നഫീസ റളിയല്ലാഹു അൻഹയോട് ദുആ ചെയ്യാനും അവിടുത്തെ ബറക്കത്തെടുക്കാനും വന്നു. പക്ഷേ ഒരന്യപുരുഷന്റെ മുമ്പിലും ഇറങ്ങിയില്ല. ഒരന്യപുരുഷനോടും സംസാരിക്കാൻ ഒരുങ്ങിയില്ല. അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണത്തിലാണ്, ഇബാദത്തിലാണ്. മഹദി അവர்கள் ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരിയോട് ചെന്ന് ജനങ്ങൾ കംപ്ലൈന്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഉമ്മാനെ വിട്ടുകൊടുക്കല്ലേ, ഞങ്ങൾക്ക് അവിടുത്തെ ദുആ കൊണ്ട് ബറക്കത്ത് കിട്ടുന്നുണ്ട്, ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം റഹ്മത്ത് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ നൈൽ നദിയിൽ വെള്ളം വറ്റിയപ്പോൾ അവിടുത്തെ മക്കനെ കൊണ്ടുവന്നിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയത്. അതുപോലെ എത്രയെത്ര കറാമത്തുകളുള്ള മഹദിയാണ്. ഇത് കഥയല്ല. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആരാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ? സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി എഴുതിയവരാണ്. ആ ഫത്ഹുൽ ബാരിയെ കുറിച്ച് ബദറുദ്ദീൻ ഇബ്നു ജമാഅ പറഞ്ഞത് എന്താണ്? സ്വഹീഹുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം എന്നത് ഈ ഉമ്മത്തിന്റെ മേലുള്ള ഒരു ഉത്തരവാദിത്വമായിരുന്നു. അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി എഴുതിയതോടെ വീടപ്പെട്ടിരിക്കുകയാണ്. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദും വനിയ. ഇനി അത് നോക്കി പഠിച്ചാൽ മതി, വേറെ എഴുതേണ്ടതില്ല എന്ന് നിനക്ക് അംഗീകാരം കിട്ടിയ ഫത്ഹുൽ ബാരിയുടെ രചയിതാവായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, 270-ൽ പരം കറാമത്തുകൾ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ലോകമറിയപ്പെട്ട മഹദിയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മഹദി അവர்கள் അങ്ങോട്ട് പോയി നിസ്കരിച്ചതല്ല, കുടുംബക്കാരിയാണ്, പ്രത്യേകതയുള്ള മഹദിയാണ്. ആളുകൾ ജനാസ നിസ്കരിക്കുന്ന വലിയ മൈതാനത്തിന്റെ പിന്നിൽ മഹദി അവരുടെ മഅബദ് യോജിച്ചു വരികയാണ്. അവിടെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണ്. ഉടനെ ഒരു വിവരമാണ്, അല്ലാഹു ഗഫറല്ലാഹു ലിമൻ സല്ലാ അല ശാഫിഈ ബിശാഫിഈ വലിശാഫിഈ ബിനഫീസ. നഫീസ റളിയല്ലാഹു അൻഹ നിസ്കരിച്ച കാരണത്താൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ പദവി കിട്ടിയിരിക്കുകയാണ്. ശാഫിഈ ഇമാം തങ്ങളുടെ ജനാസ നിസ്കരിക്കാൻ വന്നവർക്ക് ശാഫിഈ ഇമാം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പുറത്തു കിട്ടിയിരിക്കുകയാണ്. മഹാന്മാരുടെ ജനാസ നിസ്കരിക്കുമ്പോൾ പങ്കെടുത്തവർക്ക് ഇങ്ങോട്ട് കൂലി കിട്ടുകയാണ്. അവരിൽ നിന്ന് ഇങ്ങോട്ട് മഗ്ഫിറത്തിനുള്ള പ്രാർത്ഥനയേക്കാൾ അവരുടെ ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടുകയാണ്. അതല്ലേ മഹാന്മാർ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ റാണിയാണ്, രാജ്ഞിയാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ നേതാവാണ്, മഹദിയാണ്.
പെങ്ങന്മാരെ, മാന്യമായി തഖ്വയോടെ ജീവിക്കണം. തെരുവിൽ ഇറങ്ങിക്കറങ്ങാൻ പാടില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും അങ്ങാടിയിൽ അലയാൻ പാടില്ല. അത്യാവശ്യത്തിന് നിബന്ധന പാലിച്ചുകൊണ്ട് മാത്രം ഇറങ്ങണം. പെരുന്നാളായാൽ ഈ സമുദായത്തിന്റെ വനിതകൾ മുഴുവനും അതാ കോട്ടക്കലങ്ങാടിയിൽ തിക്കും തിരക്കുമാണ്. കൊണ്ടോട്ടി ഷോപ്പിംഗ് മാളുകൾ മുഴുവനും തിങ്ങിനിരങ്ങുകയാണ്. കോഴിക്കോട് ബൈപ്പാസ് മുഴുവനും ബ്ലോക്കാണ്. ഇതുപോലെ വേണ്ട മോളെ, വേണ്ട. തഖ്വയോടെ ജീവിച്ചോ. മഹദികൾ പോയ പവിത്രതയുള്ള സ്വർഗമുണ്ട്. അവിടെ ചെല്ലാനുള്ള യോഗ്യത നേടിക്കോ. അല്ലാഹു എന്ന ചിന്തയിൽ ജീവിച്ച് എപ്പോഴും എനിക്ക് ഖാലിഖായ റബ്ബുണ്ട്. റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഹദഅത്തിൽ അസ്വാത് വസകനത്തിൽ ഹറകാത് വഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി. അല്ലാഹ് ശബ്ദങ്ങൾ അവസാനിച്ചു, ചലനങ്ങൾ നിശ്ചലമായി, ആരോരുമില്ല. എല്ലാ ഇഷ്ടന്മാരും അവരുടെ ഇഷ്ടന്മാരുടെ കൂടെയായി പോയി. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ കൂടെയാണ്. കാമുകന്മാര് സന്തോഷ സല്ലാപത്തിലാണ്. എനിക്കാരുമില്ല, എനിക്ക് നീയേ ഉള്ളൂ, എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. നരകത്തിൽ നിന്നുള്ള മോചനം വേണം. റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹു പറയാണ്, പ്രിയമുള്ള സഹോദരിമാരെ, ആ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. അവിടുന്ന് കാണിച്ച വഴിയിൽ ജീവിക്കണം. അല്ലാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ